ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെ രാഹുകാലം ബാധിച്ചിരിക്കുകയാണ്. രാഹുകാലം പൊതുവെ കാര്യങ്ങൾക്ക് മംഗളകർമ്മങ്ങൾക്ക് വർജ്യമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ രാഹുകാലമല്ല, രാഹുൽ കാലമാണ് പാർട്ടിയെ ബാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷം കോൺഗ്രസ് ഘട്ടം ഘട്ടമായിട്ട് നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികം വൈകാതെ തൃക്കാക്കര മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. പിണറായി വിജയനും 20 മന്ത്രിമാരും ആ മണ്ഡലത്തിൽ ക്യാമ്പടിച്ച് വ്യാപകമായി പ്രചരണം നടത്തിയിട്ട് പോലും UDF സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ചു. PT തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടിയിൽ കൂടിയ ഭൂരിപക്ഷത്തോടെയാണ് ഉമാ തോമസ് വിജയിച്ചത്. അതുതന്നെയാണ് പിന്നീട് പുതുപ്പള്ളിയിലും ആവർത്തിച്ചത്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ വിജയിച്ചു എന്ന് പറയുന്നതിൽ ഒരു വാർത്തയില്ല. പക്ഷേ ചാണ്ടിയുടെ ഭൂരിപക്ഷം 35,000-ലെത്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വാർത്തയാണ്. അതിന് പിന്നാലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നു. കോൺഗ്രസ് 19-ൽ 18 സീറ്റും നിലനിർത്തി, UDF നിലനിർത്തി എന്നുള്ളത് നമുക്കറിയാം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. 18 സീറ്റ് നിലനിർത്തി. അത് കഴിഞ്ഞ് വന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു. അതും കഴിഞ്ഞ് നിലമ്പൂരിലുണ്ടായ ഉപതെരഞ്ഞെടുപ്പ്, അവിടെ PV അൻവർ ഒരു റിബൽ പോലെ മത്സരിച്ചിട്ട് പോലും, അദ്ദേഹം സ്വതന്ത്ര വേഷം കിട്ടി, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്സുകാരനായിട്ട് മത്സരിച്ചിട്ട് പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഭേദപ്പെട്ട ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കോൺഗ്രസും UDFും നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ രാഹുകാലം കോൺഗ്രസിനെ ബാധിച്ചത്. പാലക്കാട്ട് നിന്ന് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അപവാദം ഉയർന്നു. ഇന്നേ ദിവസം വരെ അദ്ദേഹത്തിന് തൃപ്തികരമായ ഒരു വിശദീകരണവും നൽകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പൊതുജന സമൂഹത്തിൽ കളങ്കിതനായി നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടി ചെയ്യാവുന്നത് ചെയ്തു. അദ്ദേഹത്തെ ആ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അത് ഇപ്പോൾ അൺഅറ്റാച്ചഡാണ്. അദ്ദേഹം UDFിലും ഇല്ല, LDFിലും ഇല്ല. ഒറ്റമരത്തിൽ കുരങ്ങൻ്റെ പോലെ രാഹുൽ മാങ്കൂട്ടം തുടരുകയാണ്. അതുവരെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോയി. പക്ഷേ അവിടെ വെച്ച് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായി. അതെന്താ വെച്ചാൽ, കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ രഹസ്യമായിട്ടും ഏറെക്കുറെ പരസ്യമായിട്ടും രാഹുലിനെ പിന്തുണച്ചു. രാഹുലിൻ്റെ തലതൊട്ടപ്പനായ ഷാഫി പറമ്പിലും രണ്ടുപേരെയും തലതൊട്ടപ്പനായ KC വേണുഗോപാലുമാണ് ഈ ഗൂഢനീക്കത്തിന് പിന്തുണ കൊടുത്തത്. അങ്ങനെ രാഹുൽ വീണ്ടും ഒരു വിഷയമായി. കോൺഗ്രസ് നേതാക്കളിൽ ചിലരൊക്കെ രാഹുലിനോട് ചെയ്തത് തെറ്റായിപ്പോയി, രാഹുലിനെ പാർട്ടിയിൽ പൂവും അരിയും ഇട്ട് വാഴിക്കേണ്ടതായിരുന്നു, അദ്ദേഹത്തിൻ്റെ അരിയിട്ട് വാഴിച്ച നടത്താഞ്ഞാണ് പാർട്ടിക്ക് പറ്റിയ തെറ്റ്. മാത്രമല്ല, ഒരു ആരോപണം മാത്രമേ ഉള്ളൂ, പരാതി ഇല്ല, പോലീസ് കേസില്ല, പിന്നെ എന്തിനു ഇയാളെ രാജിവെപ്പിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിയമപരമായിട്ട് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ രാഷ്ട്രീയമായ ഒരു ശരികേട് അതിൻ്റെ അകത്തുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണെന്നും അയാളുടെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്, ബോധ്യമുണ്ട്. അതിന് പോലീസ് കേസ് നിർബന്ധമില്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖ ഇന്ന ദിവസം വരെ രാഹുലിനെ നിഷേധിക്കാനും പറ്റിയില്ല. അങ്ങനെ സാമാന്യം വിഷമവൃത്തത്തിൽ നിൽക്കുമ്പോഴാണ് രാഹുൽ വീണ്ടും പൊതുജന മധ്യത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ തുടങ്ങി. UDFിൻ്റെ പരിപാടികളിൽ, കോൺഗ്രസിൻ്റെ പരിപാടികളിലൊക്കെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് രാഹുൽ കടന്നു വരാൻ തുടങ്ങി. അപ്പോൾ അത് തീർച്ചയായിട്ടും കോൺഗ്രസ് നേതാക്കന്മാർക്ക് അനവസരമുണ്ടാക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശന് പ്രത്യേകമായിട്ടും അത് മനഃശല്യമുണ്ടാക്കി. ഇങ്ങനെ പല പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. രാഹുൽ വളരെ സജീവമായിട്ട് പാലക്കാട്ട് രംഗത്തിറങ്ങും. ആ ഘട്ടത്തിൽ വീണ്ടും അദ്ദേഹത്തിനെതിരെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുകയാണ്. ഇതും രാഹുലിന് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാഹുലിന് നിഷേധിക്കാൻ പറ്റുകയില്ല. അതിൻ്റെ ഉള്ളടക്കം അങ്ങേയറ്റം സ്ഫോടകാത്മകമാണ്, വളരെ വൾഗറാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇനിയും ഇയാളെ ചോക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ ഒരബദ്ധമാണ്. കോൺഗ്രസ്സുകാർ ഈ സമീപകാലത്ത് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയമായി ശരി എന്ന് പറയുന്നത്, ഇങ്ങനൊരു അപവാദം ഉയർന്നു വന്നപ്പോൾ തന്നെ, അത് വെറും അപവാദമല്ല, ആ ശബ്ദരേഖ അടക്കം പുറത്തു വന്നപ്പോൾ ഇയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ അദ്ദേഹത്തെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇനി അദ്ദേഹമായി അദ്ദേഹത്തിൻ്റെ പാടായി എന്ന് പറഞ്ഞ് സതീശനും മറ്റുമൊക്കെ നിവർന്നു നിൽക്കാൻ വരും. പക്ഷെ ആ ഒരു സൗകര്യം, ആ ഒരു ആനുകൂല്യം ഇപ്പോൾ നഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ, രാഹുൽ വീണ്ടും രംഗത്ത് വന്നു. രാഹുലിനെതിരെ പുതിയ ആരോപണങ്ങൾ വരുന്നു.
അതിനും യാതൊരു മറുപടിയും പറയാൻ പറ്റാതെ രാഹുൽ പകച്ചു നിൽക്കുന്നു. രാഹുലിൻ്റെ കൈപിടിച്ച് നടത്തുന്ന ഷാഫി പറമ്പിലും KC വേണുഗോപാലും ഇത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന മട്ടിൽ, ഞങ്ങൾ മാവിലായിക്കാരാണ് എന്ന മട്ടിൽ നിലകൊള്ളുകയാണ്. ഇത് തീർച്ചയായിട്ടും പാർട്ടിക്ക് വലിയ ചീത്തപ്പേരുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രാഹുലിനെ പുറത്താക്കിയ പാർട്ടി പുറത്താക്കിയതിനു ശേഷം അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി കൊടുക്കും. വീണ്ടും വീണ്ടും അപവാദങ്ങൾ, കൂടിയ ആരോപണങ്ങൾ, കൂടുതൽ വലിയ കിംവദന്തികൾ പടർന്നു പിടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഫലപ്രദമായ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, കൃത്യമായ നിലപാട് വ്യക്തമാക്കാൻ പറ്റുന്നില്ല. ഇയാൾ അകത്താണോ പുറത്താണോ എന്ന് ഇവർക്ക് ഈ സെക്കൻഡ് വരെ ഉറപ്പിച്ച് പറയാൻ പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനൊരു വലിയ വിഷമവൃത്തത്തിൽ ചെന്നുപെട്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഏതാണ്ട് കുത്തഴിഞ്ഞ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സമനില കൂടുതൽ തെറ്റിക്കുന്നതിന് ഇതുപോലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നത് അങ്ങേയറ്റം സഹായകരമാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്.